ready. സാറേ, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം സീറ്റ് ബെൽറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ്സിനെ നമ്മൾ സാധാരണയായി പറയപ്പെടുന്നത് സേഫ്റ്റി ബെൽറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. അത് ഇപ്പോഴത്തെ എല്ലാ ഓട്ടോമൊബൈൽ വെഹിക്കിൾസിലും അത് ഇൻക്ലൂഡഡ് ആണ്. ഈ സീറ്റ് ബെൽറ്റ്സ് മെയിൻലി ഒക്കർ ചെയ്യുന്ന വണ്ടിയുടെ ഹാംഫുൾ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന കൊളീഷനെ തടുക്കാൻ വേണ്ടിയാണ്. അതിലുണ്ടാവുന്ന പാസഞ്ചേഴ്സിനെ ആ കൊളീഷനെ തടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സീറ്റ് ബെൽറ്റ്സ് ഉപയോഗിക്കുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ഒരു ബെൽറ്റ് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിനെ ഹിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അടുത്തുള്ള പേഴ്സണെ തൊട്ടടുത്തിരിക്കുന്ന പേഴ്സണെ തമ്മിൽ ഹിറ്റ് ചെയ്യാതിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയൊരു ബെൽറ്റ് ആണ് ഈ സീറ്റ് ബെൽറ്റ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീറ്റ് ബെൽറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലാപ്പ് ബെൽറ്റ്സ്, രണ്ടാമത്തെ സാഷ് ബെൽറ്റ്സ്, മൂന്നാമത്തത് ഓട്ടോമാറ്റിക് സീറ്റ് ബെൽറ്റ്സ്, നാലാമത്തെ 3 point ബെൽറ്റ്സ്, അഞ്ചാമത്ത് ബെൽറ്റ് ഇൻ സീറ്റ്സ്, ആറാമത്തെ 5 point ഹാർനസ്, ഏഴാമത്തെ 6 point ഹാർനസ്. ഇങ്ങനെ 7 തരം ടൈപ്പ് ഓഫ് സീറ്റ് ബെൽറ്റ്സ് ആണ് നമുക്ക് ഇപ്പൊ നിലവിലുള്ളത്. ഇതിൽ ഒന്നാമത്തെ ലാബ് സീറ്റ് ബെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റാർ ബെൽറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ അരയ്ക്ക് മീതെ ഇടുന്ന ഒരു ബെൽറ്റ് ആണ്. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ പഴയ കാറുകളിലൊക്കെയാണ് ഇത് കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ലാബ് സീറ്റ് ബെൽറ്റ്സ് സാധാരണയായിട്ട് പഴയ കാറിലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ബെൽറ്റ്സ് ആണ് സാഷ് ബെൽറ്റ്സ്. ഈ സാഷ് ബെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാപ്പ് ആണ്. അറൌണ്ട് ഷോൾഡറിലായിരിക്കും, ഷോൾഡറിലും ഇത് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. ഇത് 1960s മെയിൻ ആയിട്ട് സീറ്റ് ബെൽറ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ തരം ബെൽറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ സാർ ഓട്ടോമാറ്റിക് സീറ്റ് ബെൽറ്റ്സ് ആണ് മൂന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഈ സീറ്റ് ബെൽറ്റ്സ് ഇതിന് ഷോൾഡറിലും അതേപോലെ തന്നെ നമ്മുടെ അരഭാഗത്തും കൊടുക്കാൻ കഴിയുന്ന ഒരു ബെൽറ്റ് ആണ്. ഇവിടെ ഈ ഓട്ടോമാറ്റിക് ബെൽറ്റ്സ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഈ ഷോൾഡർ ഭാഗത്തുള്ള ബെൽറ്റ്സ് മുന്നോട്ട് മൂവ് ചെയ്യും ഫോർ സെക്യൂറിങ് പാസഞ്ചറിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ വരെയുള്ള ബെൽറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിന് സെപ്പറേറ്റ് ഒരു ലാബ് ബെൽറ്റും ഇതിന് ഉണ്ട്. അപ്പൊ ആ ലാബ് ബെൽറ്റ് മാനുവലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ബെൽറ്റ് ആണ് ഓട്ടോമാറ്റിക് സീറ്റ് ബെൽറ്റ്സ്. പിന്നെയുള്ള ബെൽറ്റ്സ് ആണ് നമുക്ക് 3 point ബെൽറ്റ്സ്. 3 point ബെൽറ്റ്സ്, ഈ 3 point ബെൽറ്റ്സ് സിമിലർ ടു ലാബ് ബെൽറ്റ്സിനെ പോലത്തെ ലാബ് ബെൽറ്റ്സിന് സിമിലർ ആയിട്ടാണ് ഇതുള്ളത്. അതുപോലെ ഷോൾഡർ ബെൽറ്റ്സിനും സിമിലർ ആയിട്ടാണ് ഉള്ളത്. ഈ 3 point ബെൽറ്റ്സ് ഇതിന് 3 point ആയിരിക്കും. ലാപ്പും സാഷും സീറ്റ് ബെൽറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് 3 point ലെവലിലാണ് ഈ ബെൽറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഡ്യൂറിങ് ഹാംഫുൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഹാംഫുൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ചെസ്റ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് മീൻസ് വാരിയലിനെയും അതുപോലെ പെൽവിസിനെയും ഷോൾഡേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്യും? ടൈറ്റ് ആയിട്ട് പിടിച്ചിരുത്താനായിട്ട് 3 joints ആയിട്ട് നിലനിർത്തും. ഇത് കോമൺലി ഈ ടൈപ്പ് ബെൽറ്റ്സ് ആണ് നമ്മളിപ്പോ നിലവിലെ കാറിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 3 point ബെൽറ്റ്സ് ആണ് നമ്മൾ നിലവിലെ കാറിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാലാമത്തെ ബെൽറ്റ് സിസ്റ്റം ആണ് ബെൽറ്റ് ഇൻ സീറ്റ്സ്. ഈ 3 point ബെൽറ്റ്സിന്റെ കൂടെ ഒരു ഷോൾഡർ ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷോൾഡർ ബെൽറ്റ് കൂടി ബാക്ക് റെസ്റ്റ് മേൽ, വണ്ടിയുടെ സീറ്റിന്റെ ബാക്ക് റെസ്റ്റ് മേൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ബെൽറ്റ് ആണ് ബെൽറ്റ് ഇൻ സീറ്റ്സ്. ബെൽറ്റ് ഇൻ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 point ബെൽറ്റിന്റെ കൂടെ ഒരു ഷോൾഡർ ബെൽറ്റ് ബാക്ക് റെസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് ബെൽറ്റ് ആണ് ബെൽറ്റ് ഇൻ സീറ്റ്സ്. പിന്നെ ആറാമത്തെ ഒരു സീറ്റ് ബെൽറ്റിംഗ് ആണ് 5 point ഹാർനസ് എന്ന് പറയും. 5 point ഹാർനസ് സീറ്റ് ബെൽറ്റ്സ് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി സേഫ് ആയതൊക്കെയാണ് ഈ ടൈപ്പ് സീറ്റ് ബെൽറ്റ്സ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ചിൽഡ്രൻ സേഫ്റ്റി, കുട്ടികളുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോർ കാർ റേസിംഗ് അങ്ങനത്തെ വലിയ ഇവന്റിലൊക്കെ കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബെൽറ്റ്സ് ആണ് ബെൽറ്റ് ഇൻ സീറ്റ്സ്. 5 point ഹാർനസ് എന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ 5 പോയിന്റ് ഹാർനസ് സീറ്റ് ബെൽറ്റ്സിൽ ഒരു 5 പോയിന്റ് 5 പോയിന്റ് അറ്റാച്ച്മെന്റ് ടു സീറ്റിന്റെ 5 പോയിന്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് ഈ 5 പോയിന്റ് ഹാർനസ്. പിന്നെ അടുത്തതായിട്ടുള്ളത് 6 പോയിന്റ് ഹാർനസ് ആണ്. 6 പോയിന്റ് ഹാർനസ് സീറ്റ് ബെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു 5 പോയിന്റ്. 5 പോയിന്റ് സീറ്റ് ബെൽറ്റ്സിനെ പോലെ സിമിലർ ആണ്, പക്ഷെ ഒരു എക്സ്ട്രാ ബെൽറ്റും കൂടി അതിന് അവൈലബിൾ ആണ് ഇൻ ബിറ്റ്വീൻ ദ ലെഗ്സിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ബെൽറ്റും കൂടി അതിനുണ്ട്. അതിനാണ് 6 പോയിന്റ് ഹാർനസ് എന്ന് പറയുന്നത്. ഈ 6 പോയിന്റ് ഹാർനസ് ബെൽറ്റ്സ് ഉപയോഗിക്കുന്നത് ഇൻ റേസിംഗ് കാർസിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ എഫക്റ്റീവ്നെസ്, ഈ സീറ്റ് ബെൽറ്റ് കൊണ്ടുണ്ടാവുന്ന എഫക്റ്റീവ്നെസ്. സോറി സാർ, ചെറിയ ഭാഗം സ്കിപ്പായി പോയി. സീറ്റ് ബെൽറ്റ് വർക്കിംഗ് ആണ് പറയുന്നത്. സീറ്റ് ബെൽറ്റ് വർക്കിംഗ് ആണ് പറയുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് വണ്ടി ഹാംഫുൾ ഇമ്പാക്ട് ഉണ്ടാകുന്ന സമയത്ത്, കൊളീഷന് വണ്ടി ഹാംഫുൾ ഇമ്പാക്ട് ഉണ്ടായി വണ്ടി ഇടിക്കാൻ നേരത്തെ എന്ത് ചെയ്യും, നമ്മുടെ ഹെഡോ അല്ലെങ്കിൽ അതുപോലെ അതിലുള്ള പാസഞ്ചർ അത് നമ്മുടെ മുന്നിലുള്ള വണ്ടിയുടെ ഡാഷ്ബോർഡിനെയോ വിൻഷീൽഡിനെയോ തട്ടാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ലോക്ക് ആക്കിയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വാരിയെല്ലും അതേപോലെ തന്നെ പെൽവിസും എവിടെ നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്തായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് കൂടുതൽ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. സീറ്റ് ബെൽറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ആൻഡ് ക്യാൻ ആൾസോ റിട്രാക്ട് വെൻ നീഡഡ്. ഇഫ് യു ലേൺ ഫോർവേഡ് ഇൻ യുവർ കാർ സീറ്റ് ദ ബെൽറ്റ് എക്സ്റ്റെൻഡ് ഇനഫ് ടു അലോ മൂവ്മെന്റ്. സീറ്റ് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും, ക്യാൻ ആൾസോ റിട്രാക്ട് വെൻ നീഡഡ്, അത് ആവശ്യമായ സമയത്ത് റീട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇഫ് യു ലേൺ ഫോർവേഡ് ഇൻ യുവർ കാർ സീറ്റ്, നമ്മളെ കാർ സീറ്റിൽ ഇന്ന് ഓടിക്കുമ്പോൾ the belt extends allow movement. ആ ബെൽറ്റ് എന്ത് ചെയ്യും, അത് ബെൽറ്റ് മൂവ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യും. പ്രസന്റേഷൻ പോയല്ലോ സാർ, പ്രസന്റേഷൻ കാണുന്നില്ല. ഓക്കെ, സാർ വന്നു സാർ കാണാമോ സാർ? കോൾ ചെയ്യാതെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ചെയ്യാൻ നോക്ക് സാർ. നമ്മുടെ അടുത്ത് സിസ്റ്റം ഇല്ല നിലവിൽ. പി സി പോലും ഇല്ല. ഇല്ല സാർ. ഓക്കെ, ഇല്ല സാർ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അറ്റ്ലീസ്റ്റ് ടാബെങ്കിലും വാങ്ങിക്കൂടെ? ഓൺലൈൻ ക്ലാസ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു 3000-4000 കൊടുത്ത് ടാബെങ്കിലും കിട്ടില്ലേ? ഫോൺ കയ്യിലുണ്ട്. ഓക്കെ, എന്നാ ഒരു ആൾട്ടർനേറ്റീവ് ഫോണായിട്ട് വെക്കുക. സാധാരണ മൊബൈൽ ഫോണിലെ ഈ മെസ്സേജുകൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, എനിവേ, സോ ഇത് ഫോൺ കഴിഞ്ഞോ? ഇത് പ്രസന്റേഷൻ കഴിഞ്ഞോ നിന്റെ? ഇല്ല സാർ, ഒരു ഭാഗം കൂടെ ഉണ്ട്. എന്നാൽ ആ സ്ക്രീന് ഇത് വളരെ താന്നിട്ടാണ് കിടക്കുന്നത്, ക്ലാരിറ്റി ഇത് കിട്ടുന്നില്ല, ചെറിയ ഭാഗമായിട്ട് കാണിക്കുന്നത്. ഇതില് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഇതില് ക്ലിയർ ആണ് സാറിന് അവിടെ റെഡി ആണ് സാർ? ഇല്ല, ക്ലിയർ അല്ല. ബാക്കിയുള്ളവർക്കിനെ തന്നെ കാണുന്നത്, ചെറുതായിട്ടല്ല കാണുന്നത്. അതെ. സോ സാർ കണ്ടിന്യൂ ചെയ്യട്ടെ? നീ കണ്ടിന്യൂ ചെയ്യുന്നത് കാണാതെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്? അത് ഒന്നുകൂടെ ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടെ ഓൺ ആക്കിയോ, ഷെയർ ചെയ്യോ? വേഗം, ബാക്കി കുറെ ആൾക്കാരുണ്ട് ചെയ്യാൻ. സാർ കാണാമോ സാർ? ഇല്ല, ഞാൻ പ്രസന്റേഷൻ ലീവ് ചെയ്ത് പോയി. ഇത് വളരെ ചെറുതായിട്ട് കാണുന്നത്. ഫോൺ മൊത്തത്തിൽ സൈഡിലേക്ക് പോയതാണ്, അതിലേക്ക്. സാറ് ഇത് കറക്റ്റ്, ഞാൻ ഒന്നുകൂടെ ചെയ്യാം സാർ, ഒരു മിനിറ്റ്. സാർ ഒന്നുകൂടെ ചെയ്യാം.
സാർ കാണുന്നുണ്ടോ സാർ? ഓക്കെ റെഡി. കുറച്ചുകൂടെ സേവ് ചെയ്യും. സാർ കാണുന്നുണ്ടോ? ഉം. സാർ കാണാമോ സാർ? കാണാം പറഞ്ഞോ. സാർ ഇനി മെയിനായിട്ട് എടുക്കുന്നത് സീറ്റ് ബെൽറ്റ് സാർ റെഡി അല്ലേ? വളരെ ചെറുതായിട്ട് കാണുന്നത്. ഒന്ന് സൂം ചെയ്യൂ, ഒരു പേജ് എടുത്ത് ഇങ്ങനെ സൂം ചെയ്യൂ. സാർ സാർ ആൾക്കാരെ ക്യൂ ആണ്. സാർ റെഡിയാണോ സാർ? സൂം ചെയ്ത് ഓക്കെ. സാർ പറയും. ഈ റീട്രാക്ടർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. സീറ്റ് ബെൽറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റീട്രാക്ടർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ റീട്രാക്ടർ സിസ്റ്റത്തിൽ മെയിനായിട്ട് ഒരു ബോൾ സെൻസറും അതുപോലെ തന്നെ ഒരു ലോക്കിംഗ് ഗിയറും ഒരു ആക്ച്വേറ്ററും ഉണ്ടായിരിക്കും. വെൻ ഇൻ മോഷന്റെ സമയത്ത് ഈ ബ്രേക്കിംഗ് ഫ്ലോ ഫോർ കാച്ചിങ് ഗാർഡ് സ്റ്റോപ്പിംഗ് ദി ഗിയർ. ഈ ബ്രേക്കിംഗ് ഫ്ലോ എന്തായിരിക്കും? ഓപ്പൺ ആയിട്ടായിരിക്കും നിൽക്കുക. അതുപോലെ തന്നെ ലോക്കിംഗ് ഗിയർ അവിടെ ഗിയർ ടീത്ത് ഫോർ ലോക്കിംഗ്, അതിൽ ഗിയറിന്റെ ടീത്ത് ഉണ്ട് ഫോർ ലോക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇൻ ഇമ്പാക്ടിന്റെ സമയത്ത് ഈ ബോൾ സെൻസർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്ലോ പുഷ് ചെയ്ത് അപ്വാർഡിലേക്ക് പോയി ആ ഗിയർ ടീത്തിനെ ലോക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് സഡനായിട്ട് സ്റ്റോപ്പ് ആവുന്നത്. ആ ഇമ്പാക്ട് കൊണ്ടാണ് സീറ്റ് ബെൽറ്റ് കാര്യമായിട്ട് നിൽക്കുന്നത്. സാർ ഇത്ര ടോപ്പിക്സ് ഉള്ളൂ. ഓക്കെ ശരി, ഇനി പോയിക്കോളൂ. അടുത്താണ് രമേശ് മുഹമ്മദ് റമീസ്. സോറി മുഹമ്മദ് റമീസ്. സാർ പ്രസന്റ് സാർ. ഓക്കെ പ്രസന്റ് ചെയ്യും. ഇപ്പറ്റി ഷെയർ ചെയ്യാം റമീസേ. ഓക്കെ സാർ. സാർ കാണാൻ പറ്റുന്നുണ്ടോ സാർ? റെഡി. സാർ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നൈറ്റ് വിഷൻ സിസ്റ്റം അഥവാ NVS എന്നാണ്. സോ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡ്രൈവർ കാറ് രാത്രികാലങ്ങളിൽ ഓടിച്ചു പോകുമ്പോൾ ചില ഒബ്ജക്റ്റ് വിസിബിൾ അല്ലാണ്ടാവും. അതായത് ലോങ് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റ്, അതായത് അതിൻ്റെ ഹെഡ്ലൈറ്റ് കൊണ്ട് ചിലപ്പോൾ വിസിബിൾ അല്ലാണ്ടാവും. അപ്പോൾ ആക്സിഡൻറ്റും അതുകൊണ്ട് തന്നെ പല അപകടങ്ങളും സംഭവിക്കാൻ കാരണം ഇതുണ്ട്. എനിക്ക് നിന്റെ PPT-യിലുള്ള കാര്യങ്ങൾ വിസിബിൾ അല്ല. കുറച്ചൊന്നും നീ ഫോൺ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ സാർ. ഇപ്പോൾ വിസിബിൾ ആണോ? യെസ്. അപ്പോൾ വിസിബിൾ അല്ലാത്തതുകൊണ്ട് ആക്സിഡൻറ്റും ഒക്കെ ഒക്യുർ ചെയ്യാൻ കാരണം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു മെക്കാനിസമാണ് നൈറ്റ് വിഷൻ സിസ്റ്റം. അപ്പോൾ ഇത് ഇൻഫ്രാറെഡും അതുപോലെ തന്നെ തെർമൽ റേഡിയേഷൻ വഴി സംഭവിക്കുന്നുണ്ട്. ദ perception of driver beyond the limited reach of headlights through use of thermographic cameras, infrared lights, heads-up displays and other technologies. Since automotive night vision can alert drivers to presence the potential hazards before they become visible, the systems can help prevent accidents. So night vision system കൊണ്ട് ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ് സിസ്റ്റം. ആക്റ്റീവ് ഓട്ടോമാറ്റിക് നൈറ്റ് വിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റ് സോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് ഇൻഫ്രാറെഡ് ബാൻഡ് വിസിബിൾ സ്പെക്ട്രത്തിന് ഫാൾ ചെയ്യുമ്പോൾ അത് ഒരു സ്പെഷ്യൽ ക്യാമറയിൽ ഡ്രൈവേഴ്സിന് കാണാൻ പറ്റുന്നതായി. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു വിസിബിൾ അവിടെ പ്രസൻസ് അതിൻ്റെ ഒരു വിസിബിളിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് ഡ്രൈവേഴ്സിന് മനസ്സിലാവും. സോ ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവേഴ്സിന് വിസിബിൾ അല്ലാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് ഡ്രൈവേഴ്സിനും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമോട്ടീവ്
ആക്റ്റീവ് ഓട്ടോമാറ്റിക് നൈറ്റ് വിഷൻ സിസ്റ്റത്തിൻ്റെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞത് വളരെ ഹൈ കോൺട്രാസ്റ്റ് പിക്ചർ ആയിരിക്കും. അപ്പോൾ ഡ്രൈവേഴ്സിന് ഈസി ആയിട്ട് കാണാൻ സാധിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് വെരി വെൽ വെതർ കണ്ടീഷനിൽ ഈ സാധനം, ഈ ആക്റ്റീവ് ഓട്ടോമാറ്റിക് നൈറ്റ് വിഷൻ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. വേറൊരു നൈറ്റ് വിഷൻ സിസ്റ്റം ആണ് പാസീവ് ഓട്ടോമാറ്റിക് നൈറ്റ് വിഷൻ സിസ്റ്റം. ഇത് ധാരാളം ലൈറ്റ് സോഴ്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഇത് തെർമൽ റേഡിയേഷൻ വഴി ഡിറ്റക്ട് ചെയ്ത് തെർമോഗ്രാഫിക് ക്യാമറാസിൽ കൂടെ വിസിബിൾ ആവുന്ന സിസ്റ്റമാണ്. അപ്പോൾ this tends to work very well with animals and other vehicles since they emit a lot of thermal radiation. So ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്, കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് വെരി വെൽ പ്യുവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ഓട്ടോമോട്ടീവ് നൈറ്റ് വിഷൻ സിസ്റ്റത്തിനെക്കാട്ടും ക്ലാരിറ്റി കുറവായിരിക്കും. ആക്റ്റീവ് ഓട്ടോമോട്ടീവ് നൈറ്റ് വിഷൻ സിസ്റ്റം വെരി വെൽ വെതർ കണ്ടീഷനിൽ വർക്ക് ചെയ്യൽ കുറവായിരിക്കും. ബട്ട് പാസീവ് ഓട്ടോമാറ്റിക് നൈറ്റ് വിഷൻ സിസ്റ്റം വർക്ക് ചെയ്യും. നോർമൽ കാർസിൽ ഈ സിസ്റ്റം, അതായത് നൈറ്റ് വിഷൻ സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല. പ്രീമിയം ലക്ഷറി ടൈപ്സ് BMW, മെഴ്സഡീസ് അതുപോലുള്ള പ്രീമിയം ലക്ഷറി കാർസിലാണ് ഇപ്പോൾ ഇത് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നൈറ്റ് വിഷൻ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. സർ ഓക്കെ ഓക്കെ റമീസ്, ഓക്കെ താങ്ക് യു. മുഹമ്മദ് ഷഫീഖ്. Yes, sir. Sir. Hello, sir. വിസിബിലിറ്റി അസിസ്റ്റന്റ് ആണ് എന്റെ ടോപ്പിക്ക്. അതായത് ഇപ്പോൾ നൈറ്റ് വിഷൻ അതേപോലെ ഡിസ്പ്ലേ പെട്ടതാണ്. വിസിബിലിറ്റി അസിസ്റ്റന്റ് ഇസ് എ ടെക്നോളജി വിച്ച് ഇൻക്ലൂഡിങ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം. ഈ ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ടെക്നോളജി രണ്ടുപേരും നേരത്തെ സെയിം ബേബിയുടെ ആണോ യൂസ് ചെയ്യണേ? വിർച്വൽ മിറർ ഒന്ന് താഴെ വയ്ക്കേ. വിർച്വൽ മിറർ ഫോർ ഡ്രൈവിംഗ്. റമീസേ, റമീസ് അല്ല, സോറി, ഷഫീഖ്, മുഹമ്മദ് ഷഫീഖ് കേൾക്കുന്നുണ്ടോ? ഹലോ ഷഫീഖ് കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ ആ പറയൂ. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് പ്രസന്റ് ചെയ്യും. Okay. It is a technology which is to avoid collision. ഈ രാത്രി കാലങ്ങളിൽ അതേപോലെ സ്നോഫോൾ, അതേപോലെ ഫോഗ്, റെയിൻ, ഡാർക്ക്നെസ് ടൈമിലൊക്കെ ഡ്രൈവേഴ്സിന് വിസിബിലിറ്റി ലെസ് ആയ ടൈമിലുള്ള കൊളിഷൻ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നതാണ് വിസിബിലിറ്റി അസിസ്റ്റൻസ്. ഈ വിസിബിലിറ്റി അസിസ്റ്റൻസിൽ കുറെ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ റമീസ് ക്ലാസ് എടുത്ത പോലെ നൈറ്റ് വിഷൻ ക്യാമറ, അതേപോലെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ, ഫ്രണ്ട് ലൈൻ സിസ്റ്റം ഒക്കെ പറഞ്ഞ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. പിന്നെ വിർച്വൽ മിറർ ഫോർ ഡ്രൈവിംഗ്. ഈ വിർച്വൽ മിറർ ഈസ് എ സെൻസർ ഡ്രൈവൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഡിസ്പ്ലേ സിസ്റ്റം ദാറ്റ് റെപ്ലിക്കേറ്റ് ദി ഒപ്റ്റിക്കൽ ബിഹേവിയേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് മിറർ. ഈ സ്റ്റാൻഡേർഡ് മിറേഴ്സ്, അതായത്
ഈ വലിയ വലിയ ട്രക്ക്, കാറ്, ബസ്സിലൊക്കെ ഡ്രൈവേഴ്സിന് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവും. ആ ബ്ലൈൻഡ് സ്പോട്ട് അതായത് അവിടെ കൊളീഷൻ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നതാണ് മിറർ. വിർച്വൽ റിയാലിറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എമുലേഷൻ, ബ്ലൈൻഡ് സ്പോട്ട്, sensor driven system that locates nearby obstacles, data connected to different global positioning system, അതായത് GPS. ആൻഡ് നെക്സ്റ്റ് ആണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ. ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ടെക്നോളജി ആണ്, വിച്ച് ഈസ് അതായത് ഈ ഡ്രൈവേഴ്സിന്റെ കണ്ണ് ഇപ്പോൾ ഈ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് അതേമാതിരി കോളിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഡ്രൈവേഴ്സിന്റെ വിഷൻ തെറ്റാതൊക്കെ വേണ്ടിയിട്ട് ഈ മുന്നേ വരുന്ന വിൻഷീൽഡ് ഇല്ലേ അതിൽ തന്നെ ഡിസ്പ്ലേ വരുന്നതാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സിന്റെ പൊസിഷനിങ് പറ്റൂല, അപ്പോൾ കൊളീഷൻ ഒഴിവായി കിട്ടും. പിന്നെ വരുന്നതാണ് ഫ്രണ്ട് ലൈൻ സിസ്റ്റം. ഫ്രണ്ട് ലൈൻ സിസ്റ്റം ഈസ് എ adaptive frontline system is an defined as a lighting device providing beams with differing characters for automatic adaptation to varying condition of use of dipped beam passing, and it applies the main beam. അതായത് ഈ രാത്രികാല ഈ വിസിബിലിറ്റി കുറഞ്ഞ ടൈമിനൊക്കെ അതായത് ഈ ലൈൻ പൊസിഷൻ സെറ്റാക്കാനും അതേപോലെ ഈ ഹൈ ഡീവിയേഷൻ ഒക്കെ വരാണെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യുന്നതാണ് ഫ്രണ്ട് ലൈൻ സിസ്റ്റം. പിന്നെ നൈറ്റ് വിഷൻ ക്യാമറ സിസ്റ്റം, അതിപ്പോൾ റമീസ് ക്ലാസ് എടുത്തു. അതായത് രാത്രി കാലങ്ങളിൽ ഡ്രൈവേഴ്സിന് കാണാൻ കഴിയാത്ത സാധനങ്ങൾ നൈറ്റ് മോഡ് ക്യാമറ വെച്ചിട്ട് ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഹലോ സാർ. ഹലോ സാർ. ഹലോ. ഓക്കെ സാർ. സോ ഷെഫീഖ്, ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ഷെഫീഖ് കഴിഞ്ഞാൽ യുനൈസ് ഉണ്ടോ? യുനൈസ് ഇല്ല. ഓക്കെ, അടുത്തത് യസീൻ. യസീൻ, ഹലോ. കേൾക്കുന്നുണ്ടോ പറയുന്നത് എല്ലാവരും? അടുത്തത് ആരാണോ വരുന്നത്? മെമ്പറാ? യസീൻ ഉണ്ടോ? മുഹമ്മദ് സഹാദ്. സഹാദ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, റൈറ്റ്. സോ ഇനി അടുത്തത് യസീനെ കാണുന്നില്ല. ഇനി അടുത്തത് അതവിടെ വരട്ടെ. ഓക്കെ, യസീൻ നടക്കട്ടെ. അതുപോലെ മുജീബ് റഹ്മാൻ. മുജീബ് റഹ്മാൻ ഇല്ല. നന്ദകിഷോർ. സാർ ഉണ്ട്. ഓക്കെ, പ്രസന്റ് ചെയ്യും. ഒറ്റ മിനിറ്റ്. സാർ കാണുന്നുണ്ടോ? ഓക്കെ, ഫോൺ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഒന്ന് എന്താ പറയാ, റൊട്ടേഷൻ ചെയ്യുക, അപ്പൊ ക്ലിയർ ആവും. എനിക്ക് കിട്ടിയിരിക്കും എയർ ബാഗ് ഇൻഫ്ലേഷൻ മെക്കാനിസം ആണ്. ഹലോ. ചെയ്തോ. ഇതിന്റെ ഗോൾ എന്ന് വെച്ചാൽ ഒരു കൊളീഷൻ നടക്കുമ്പോൾ പാസഞ്ചേഴ്സിന്റെ ഫോർവേഡ് മൂവ്മെന്റ് ഈവൻലി പോസിബിൾ ആക്കി, ഒന്ന് സ്ലോ ആക്കി
അധികം ഇഞ്ചറിയിലേക്കൊന്നും പോവാതെക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതിന് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് ബാഗാണ്. ഈ ബാഗ് എന്ന് വെച്ചാൽ ഒരു തിൻ നൈലോൺ ഫാബ്രിക് ആണ്. അത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിയറിംഗ് ഓർ ഡാഷ്ബോർഡ് ഉള്ളിലാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിപ്പോ റീസെന്റ് ആയിട്ട് സീറ്റിന്റെയും ഡോറിന്റെയും ഉള്ളിൽ വരെ വെക്കുന്നുണ്ട്. പിന്നെ വരുന്നത് സെൻസർ ആണ്. സെൻസർ ഒരു ഡിവൈസ് ആണ് ഈ ബാഗിനെ ഇൻഫ്ലേറ്റ് ചെയ്യാൻ ഇൻഫോർമേഷൻ നൽകുന്നത്. ഈ ഇൻഫ്ലേഷൻ നടക്കാനുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് ഈക്വൽ ടു റണ്ണിങ് ബ്രിക്ക് വാളിലേക്ക് ഒരു 10 to 15 miles per hour ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇൻഫ്ലേഷൻ നടക്കുകയുള്ളൂ. ഈ മൈക്രോ ചിപ്പിൽ ഉണ്ടാവുന്ന ഒരു ആക്സിലറോമീറ്റർ ആണ് ഈ ഇൻഫർമേഷൻ സെൻസറിലേക്ക് കൊടുക്കുന്നത് ഈ കൊളീഷൻ നടന്നു എന്നുള്ള. ഈ എയർ ബാഗിൽ ഈ ഇൻഫർമേഷൻ സെൻസർ വഴി എത്തിയാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. സോഡിയം അസൈഡ് വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റ്. അത് റാപ്പിഡ് ആയിട്ട് ബേൺ ആവുന്നതിനോട് ഹൈ വോളിയം നൈട്രജൻ ഗ്യാസ് ഈ ബാഗിൽ നിറയുകയും അത് കാരണം ഇത് നിൽക്കുന്ന ഒരു സിറ്റുവേറ്റഡ് ഒരു സ്റ്റോറേജ് സ്പേസിൽ നിന്ന് ഒരു 200 meter/hour ഇത് പുറത്തേക്ക് ബേസ്റ്റ് ആവുകയും ചെയ്യും. അത് വെറും 25th of a second ടൈമിലാണ് ഇത് നടക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ഇത് ഡീഫ്ലേറ്റ് ആയിട്ട് സ്മോൾ ഹോൾസിലൂടെ ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ നൈലോൺ ബാഗ് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റാർച്ച് പൗഡർ, ടാൽക്കൺ പൗഡർ ഒക്കെ ആണ് ഇതിൽ യൂസ് ചെയ്യാറ്. സാർ അത്ര പോരെ? ഹലോ പറഞ്ഞോ കഴിഞ്ഞോ? ഇല്ല പിന്നെന്താ? അല്ല, ഇനി ബാക്കിയുള്ളത് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. പണ്ട് കാലത്ത് ഇത് ഈ കംപ്രസ്ഡ് ഗ്യാസ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ കാറിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷെ 1970 സോളിഡ് പ്രൊപ്പല്ലന്റ് ഇൻഫ്ലേറ്റേഴ്സ് യൂസ് ചെയ്തതിനോണ്ട് ഇൻഫ്ലേറ്റേഴ്സ് കണ്ടുപിടിച്ചതിനോണ്ട് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അഡീഷണൽ അത്രേ ഉള്ളൂ സാർ. ഹലോ, കേട്ടോ റൈറ്റ്. വളരെ കുറഞ്ഞ ടോപ്പിക് ആണ് കേട്ടോ നീ എടുത്തിരിക്കുന്നത്. ഇത്ര വളരെ കുറഞ്ഞ ടോപ്പിക് ഒരു 5 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അത്യാവശ്യം വേണം. ഓക്കെ റൈറ്റ്. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ. അത് ഓക്കെ. അല്ല സാർ, അത് ബാക്കി എല്ലാരും എടുത്തതിനോണ്ടേ ബാക്കി അവസാനം കിട്ടിയതാ. അതെന്താ വേറെ ടോപ്പിക്സ് ഇല്ലാന്ന് വിചാരിച്ചു? ഇനി ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ. ഞാൻ ലാസ്റ്റ് പെട്ടെന്ന് കിട്ടിയത് എടുത്തതാണ്. ഓക്കെ ശരി. സോ ഇനി അടുത്ത ആള് നീ വിളിക്കോ? അടുത്ത ആള് നന്ദുലാൽ ഉണ്ടോ? ഉണ്ട് സാർ. എന്നാ തുടങ്ങിക്കോ. ഇവൻ പോയതിനു ശേഷം തുടങ്ങിക്കോ. ഇവിടെ ഷെയർ ചെയ്തോ. സാർ കാണുന്നുണ്ടോ? കുറച്ചുകൂടെ ഒന്ന് എൻലാർജ് ചെയ്ത കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫോണാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ക്ലാസ് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് കിട്ടിയ ടോപ്പിക് HUD ആണ്, അതായത് ഹെഡ്സപ്പ് ഡിസ്പ്ലേ. ഇത് 1970s ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെക്നോളജിയാണ്. ഫസ്റ്റ് ആയിട്ട് ഇതൊരു ഏവിയേഷൻ ലെവൽ, മിലിറ്ററി ലെവൽ ഏവിയേഷനിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ ഇത് ടാർഗറ്റ് ലോക്കിംഗ് മെക്കാനിസത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്തത്. അതിനുശേഷമാണ് ഇത് ഓട്ടോമൊബൈൽ, മെയിൻലി കാർസിലേക്ക് വരാൻ തുടങ്ങിയത്. കാർസിൽ ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡാഷ്ബോർഡിലുള്ള ഇൻഫോർമേഷൻസ് ഒരു വിൻസ്ക്രീനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻ. സോ ആക്സിഡന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ് ഈ HUD എന്ന് പറയുന്നത്.
HUDന്റെ ഒരു ഫിഗർ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ HUDന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഡാഷ്ബോർഡ്സിലുള്ള ഡാറ്റ ഒരു പ്രൊജക്ടർ സെറ്റപ്പ് ഉണ്ടാകും ഡാഷ്ബോർഡിന്റെ കുറച്ച് മോൾ ഭാഗത്തായിട്ട്. അപ്പൊ ഈ പ്രൊജക്ടർ സെറ്റപ്പിൽ നിന്ന് ഈ ഡാറ്റാസ് മിറേഴ്സ് വെച്ചുകൊണ്ട് സീരീസ് ഓഫ് റിഫ്ലക്ഷൻ വഴി മാഗ്നിഫൈ ചെയ്തിട്ട് ഒരു ലെൻസ് വെച്ച് ഫ്ലിപ്പ് ചെയ്ത് ഡ്രൈവറുടെ ഐ പോയിന്റിന്റെ നേരെ ഷോ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ HUD എന്ന് പറയുന്നത്. അപ്പം HUD മെയിൻ ആയിട്ട് HUDസിൽ കാട്ടുന്നത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, സ്പീഡ്, ഫ്യൂൽ ഗേജ്, ലെയിൻ അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഒക്കെയാണ്. ലോ എൻഡ് മോഡൽസ് ആയിട്ടുള്ളതിൽ യൂഷ്വലി സ്പീഡും ടേൺ ബൈ ടേൺ നാവിഗേഷനുമാണ് കാട്ടാറ്. അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പ്രീമിയം മോഡൽസ് മാത്രമാണ് ഈ ലെയിൻ ചേഞ്ച് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്നൊക്കെ ഉള്ളത്. ഇതിന്റെ തന്നെ ഹെഡ്സപ്പ് ഡിസ്പ്ലേയുടെ തന്നെ വേറൊരു ഓപ്ഷൻ ആണുള്ളത് ഈ റിയർ വ്യൂ മിററിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ടെക്നോളജി. സെയിം ടെക്നോളജി ആണ്, പക്ഷെ ഇത് മിററിലേക്കാണ് കാട്ടുക. മിററിലേക്ക് കാട്ടുമ്പോൾ മെയിൻലി ലെയിൻ അസിസ്റ്റും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും ആണ് ഇത് കാട്ടുന്നത്.